മഴത്തോരു മുൻപ് സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നും അലീനയെ കൂട്ടിക്കൊണ്ട് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ പോകുവാൻ തുടങ്ങുന്നതിന് മുൻപ് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ആശുപത്രിയിലായിരിക്കുന്ന വൈജയെ കൂടി കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പോകുവാൻ. ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്, അത് ഒരു കൈവിട്ട കളിയാണ് എന്ന രീതിയിൽ. കാരണം ഇപ്പോൾ ആവോളം സന്തോഷത്തോടും മനസ്സമാധാനത്തോടുമാണ് നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമാധാനം പിന്നെ തുടർന്ന് കൂടെ വരണമെന്നില്ല എന്ന രീതിയിലാണ് ബാലചന്ദ്രൻ പറഞ്ഞവരെ വിലക്കുവാൻ ശ്രമിച്ചത്. പക്ഷെ മാമച്ചന് ബാലചന്ദ്രന്റെ സംസാരത്തിൽ നിന്നും അപകടം മണത്തറിയുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത്, അതൊന്നും സാരമില്ല, പരിക്കു പറ്റിയവരെ കണ്ടാൽ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല, ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോകുന്നത് മോശമല്ലേ. ഇത് പറഞ്ഞ് അവർ ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ എങ്കിൽ പിന്നെ അനുഭവിക്കട്ടെ എന്ന രീതിയിൽ ബാലചന്ദ്രനും കൂടുതൽ മിണ്ടുവാൻ പോയില്ല. പിന്നീട് കാണുന്നത് അലീനയും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും കൂടി വാതിൽ തുറന്ന് വൈജയന്തി കിടക്കുന്ന ഹോസ്പിറ്റൽ റൂമിനകത്തേക്ക് കയറുന്ന കാഴ്ചയാണ്. അഡ്ജസ്റ്റബിൾ കട്ടിലിൽ തലയുമൊക്കെ ഉയർത്തിവെച്ച് കണ്ണടച്ച് വൈജയന്തി ഏതോ ചിന്തയിൽ മുഴുകി കിടക്കുകയാണ്. കാൽപെരുമാറ്റം കേട്ട് പെട്ടെന്ന് താൻ കണ്ണു തുറന്ന് കയറി വരുന്ന ഓരോ ആൾക്കാരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും വല്ലാത്തൊരു ഇരുട്ട് തന്റെ മുഖത്ത് വ്യാപരിച്ചു. ആ കൂട്ടത്തിൽ അലീന കൂടി ഉണ്ട് എന്ന് കണ്ടപ്പോൾ അതൃപ്തിയോടൊപ്പം മുഖത്ത് ദേഷ്യവും പകയും വ്യാപിക്കുവാൻ തുടങ്ങി. വൈജയന്തിയുടെ അവസ്ഥ കണ്ട് രേവതിക്ക് പോലും സഹതാപം തോന്നുന്നുണ്ട്. 2 കാലുകളും പ്ലാസ്റ്ററിനുള്ളിൽ, കയ്യിൽ 2ഇടത്തും ബാൻഡേജ്, പരസഹായം കൂടാതെ ഇപ്പോഴും ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഇത് കണ്ടിട്ട് സഹതാപത്തോടു കൂടി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. മാമച്ചൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, വൈജയ്ക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ? ആ ചോദ്യം വൈജയന്തിക്കൊരു പരിഹാസമായിട്ടാണ് തോന്നിയത്. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി തന്റെ വീട്ടിൽ വന്നു പോയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല, എന്നിട്ടും ചോദിക്കുകയാണ് ഓർമ്മയുണ്ടോന്ന്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ വൈജയന്തി മറുപടി പറയുകയാണ്, അതെ, എൻ്റെ തലയ്ക്ക് കേടൊന്നും പറ്റിയിട്ടില്ല, ഓർമ്മശക്തിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അത് കേട്ടിട്ട് മാമച്ചൻ, അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, കൂടുതൽ വിശദീകരിക്കണ്ട. മാമച്ചൻ വല്ലാതെ പരിങ്ങാൻ തുടങ്ങി. പക്ഷെ ഗ്രേസമ്മയ്ക്കാണെങ്കിൽ വൈജയന്തി തങ്ങളെ അപമാനിക്കാനുള്ള പുറപ്പാടിലാണ് എന്ന് മനസ്സിലായി. തുടർന്ന് അവർ ചോദിക്കുകയാണ്, അതെ, വിശദീകരിക്കുന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞല്ലോ, എന്താ മനസ്സിലായത്? നിങ്ങൾ എന്തിനാണ് വന്നതെന്ന്. എൻ്റെ ഈ അവസ്ഥ കണ്ട് സംതൃപ്തി അടയാനല്ലേ, അല്ലാതെ സ്നേഹവും ബന്ധവും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ. എൻ്റെ വീട്ടിലെ വേലക്കാരിയും നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയും കൂട്ടുകാരായതുകൊണ്ട് ആ ബന്ധം വെച്ച് നിങ്ങൾ കൊച്ചിയിൽ നിന്ന് എന്നെ കാണാൻ പാലാവര വരുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ എനിക്കുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴേക്കും മാമച്ചന് ദേഷ്യം വരുന്നുണ്ട്. അയാൾ പറയുകയാണ്, പിന്നെ കാലൊടിഞ്ഞ് കിടക്കുന്നത് കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ കാർ ഓടിച്ചു വരാൻ ഞങ്ങൾക്ക് തലയ്ക്കെന്താ വട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ വീണ് കിടക്കുന്നത് കണ്ട് ചിരിക്കാൻ നിങ്ങൾ എൻ്റെ ശത്രുവൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങൾ എന്നോട് ദ്രോഹമൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ആളുകൾ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നത് കാണാൻ കൊതിയായിട്ടാണുള്ളതെങ്കിൽ എറണാകുളത്ത് ഡസൻ കണക്കിന് ഹോസ്പിറ്റലുകളുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും വൈജ വീണ്ടും ശബ്ദമുയർത്തുകയാണ്, അത് ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എൻ്റെ ആരാണ്? അതെ, ഞങ്ങൾ മോളെ പോലെ കരുതുന്ന ഈ പെൺകുട്ടിയുടെ ചേച്ചി നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ചേച്ചിയോ? അതേത് വകുപ്പിലാണെന്ന് മനസ്സിലായില്ലല്ലോ. ഏതൊക്കെയോ വൃത്തികെട്ട സ്ത്രീകൾ പ്രസവിച്ച അനാഥാലയത്തിൽ എറിഞ്ഞു കളഞ്ഞ 2 സന്തതികൾ, അവരെങ്ങനെ ചേട്ടത്തിയും അനിയത്തിയുമാകും? ഇത് ചോദിച്ചുകൊണ്ട് വൈജയന്തി അലീനയുടെയും രേവതിക്കുട്ടിയുടെയും മുഖത്തേക്ക് മാറി മാറി ഒന്ന് നോക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് മാമച്ചൻ വീണ്ടും പറയുകയാണ്, അതെ, ഒരു ചേച്ചിക്ക് അനുജത്തി ഉണ്ടാകുവാനും അനുജത്തിക്ക് ചേച്ചി ഉണ്ടാകുവാനും അവരെ ഒരമ്മ പ്രസവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവര് ഒരച്ഛൻ്റെ മക്കളായിരിക്കണമെന്നുമില്ല. ഓ ശരി, നിങ്ങൾക്ക് കിട്ടിയ വേലക്കാരിയെ നിങ്ങളുടെ ഇഷ്ടം പോലെ തോളിൽ കയറ്റി വെച്ചു. വേണമെങ്കിൽ ദേ ഈ നിൽക്കുന്നവളെ കൂടി, അലീനയെ കൂടി എടുത്ത് തലയിൽ വെച്ചു. അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിക്കൊള്ളണം. എൻ്റെ കുടുംബത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരരുത്, എനിക്കിഷ്ടമല്ല. ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്നെ കാണാൻ വന്നതും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ആരുമല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? അതിന് മാമച്ചൻ, സോറി, ഇനി വരില്ല. നിങ്ങൾ മരിച്ചെന്ന് കേട്ടാൽ പോലും വരില്ല, പോരെ. ഈ സമയത്ത് കത്തുന്ന കണ്ണുകളുമായിട്ട് വൈജയന്തി അലീനയെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ തൃപ്തിയായില്ലേടി നിനക്ക്? എന്നെ ഈ ആശുപത്രി കിടക്കയിൽ ഈ അവസ്ഥയിൽ എത്തിച്ചത് നീ ഒറ്റ ഒരുത്തിയാണ്. മരിച്ചാലും ഞാനത് മറക്കില്ലടി. എന്നിട്ടിപ്പോൾ നീ നിന്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് കാഴ്ച കാണിച്ച് രസിക്കുകയാണ്. എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നിരിക്കുന്ന ജന്തു. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മുമ്പിൽ വെച്ച് വൈജയന്തി പറഞ്ഞ ശാപവാക്കുകൾ കേട്ട് അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി അലീനയുടെ കൈകളിലേക്ക് കയറി മുറുകെ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി. ഈ സമയത്ത് മാമച്ചൻ തെല്ലും നീരസത്തോടുകൂടി വൈജയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു കോളേജ് അധ്യാപകയല്ലേ? പെരുമാറ്റത്തിലൊരു മര്യാദയും സംസ്കാരവും ഒക്കെ വേണ്ടേ? മര്യാദയും സംസ്കാരവുമോ? ഇവളോടോ? ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. മനസ്സിൽ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
എടി, എനിക്ക് നീ തന്നതിൻ്റെ ഇരട്ടി ഞാൻ നിനക്ക് കരുതി വെച്ചിട്ടുണ്ട്. അതുവരെ നീ അടക്കി ഭരിക്ക് എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ. ഇത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ഗ്രേസമ്മ അലീനയുടെ ചുമലിൽ പിടിച്ചിട്ട് പറയുകയാണ്, വാ മോളെ, നമുക്ക് പോകാം. ഇത് പറഞ്ഞ് അലീനയും പിടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ്. രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മാമച്ചൻ പറയുന്നുണ്ട്, ഇനിയും നിൽക്കണ്ടല്ലോ, മതിയായില്ലേ, വാ പോകാം. ഇത്രയും പറഞ്ഞ് മാമച്ചനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതിക്കുട്ടി വൈജയന്തിയുടെ ബെഡിനരികിലേക്ക് ഒരു ചുവട് കൂടി മുൻപോട്ട് നീങ്ങി. തുടർന്ന് വൈജയന്തിയുടെ നേർക്ക് അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, അതെ, എൻ്റെ അമ്മ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും നിങ്ങളെക്കാൾ ഭേദമായിരിക്കും അവർ. എൻ്റെ അമ്മയെ വൃത്തികെട്ടവളെന്ന് നിങ്ങൾ വിളിച്ചത് എനിക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതേസമയം അലീന ചേച്ചിയുടെ അമ്മയെ എന്തു വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ, വൃത്തികെട്ടവളെന്നോ വേശ്യയെന്നോ മൂദേവിയെന്നോ മൂശാട്ടയെന്നോ, നിങ്ങൾ അവരെ എന്തു വിളിച്ചാലും എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അവർ ഒരു വൃത്തികെട്ട സ്ത്രീ തന്നെയായിരിക്കും, നിങ്ങളെപ്പോലെ. ഈ വാക്കുകൾ കേട്ടുകൊണ്ട് രേവതിക്കുട്ടിക്ക് നേരെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയാണ് വൈജയന്തി. അപ്പോൾ രേവതി വീണ്ടും, വേണ്ട, കൂടുതൽ മസിലൊന്നും പിടിക്കണ്ട, അടങ്ങി അങ്ങോട്ട് കിടക്ക് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പിന്തിരിഞ്ഞ് നടക്കുകയാണ് രേവതിക്കുട്ടി. ഹോസ്പിറ്റലിന്റെ മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനടുത്തെത്തിയപ്പോൾ മാമച്ചൻ ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, ആ മേനോൻ അന്നേരം പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഈ ഹോസ്പിറ്റലിലേക്ക് വരികയെ വേണ്ടായിരുന്നു. ഗ്രേസമ്മയാണെങ്കിൽ അമ്പരപ്പോടുകൂടി ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ? അതിന് മറുപടി പറയുന്നത് രേവതിക്കുട്ടിയാണ്, ആ അവരിങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോഴീ കിടപ്പ് കിടക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മ, വേണ്ട, അങ്ങനെയൊന്നും സംസാരിക്കരുത്, അപകടം ആർക്കും വരാം, നല്ല മനുഷ്യർക്കും ചീത്ത മനുഷ്യർക്കും ഒരുപോലെയാണ് അതിനുള്ള സാധ്യത. ഈ പോകുന്ന പോക്കിൽ ഒരുപക്ഷെ നമുക്കും അപകടങ്ങളൊന്നും സംഭവിച്ചു കൂടുന്നില്ലല്ലോ, ഒരല്പം ഭാഗ്യദോഷം മാത്രം മതി ഇതൊക്കെ ഉണ്ടാകാൻ. അങ്ങനെയല്ല ആൻറ്റി, അവരുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചത് ഇതൊക്കെ. അലീന ചേച്ചിയോട് വഴക്കിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു കാര്യവും അവർക്കുണ്ടായിരുന്നില്ല. ടെൻഷൻ അടിച്ച് കാർ ഓടിച്ച് അവർ മരത്തിൽ കൊണ്ട് ഇടിച്ച് കയറ്റിയതാണ്. അപ്പോൾ വീണ്ടും ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല, ഇവളെന്തിനാണ് ആ സ്ത്രീയോട് മല്ലടിച്ച് ആ വീട്ടിൽ തന്നെ നിൽക്കുന്നേ? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി പോരണ്ടേ? അത് കേട്ടുകൊണ്ട് അലീന ഗ്രേസമ്മയുടെ മുഖത്തേക്ക് നിസ്സഹായതയോടുകൂടി നോക്കുന്നത് കണ്ടുകൊണ്ട് മാമച്ചൻ പറയുന്നുണ്ട്, ദേ, അതും ഇതും പറഞ്ഞ് ആ കുട്ടിയെ ഇപ്പോൾ വിഷമിപ്പിക്കണ്ട, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം, ഇപ്പൊ കാറിലോട്ട് കയറിക്കേ. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും കാറിൽ കയറുന്നു. മാമച്ചൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മുൻപോട്ട് നീങ്ങുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി, അങ്കിൾ മറക്കല്ലേ, കൊല്ലത്ത് പോയിട്ട് നമ്മൾ ആലപ്പുഴ വഴിയാണ് എറണാകുളത്തിന് തിരിച്ചു പോകുന്നത്. ഓ ശരി ശരി, എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. മേനോന്റെ വൈഫ് പറഞ്ഞതുപോലെ എൻ്റെ തലയ്ക്ക് കേടൊന്നും പറ്റിയിട്ടില്ല. സീരിയലുകളിലെയും സിനിമകളിലെയും കഥാപാത്രങ്ങൾക്ക് പിടിപെടുന്ന ഒരു പകർച്ചവ്യാധി ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? പെട്ടെന്ന് രേവതിക്കുട്ടി, അംനീഷ്യ. ആ അത് തന്നെ. സിസ്റ്റർ എന്നും കൂടി ആദ്യം ചേർത്തിരുന്നെങ്കിൽ ഒരു കന്യാസ്ത്രീയുടെ പേരാണെന്ന് തോന്നിയനെ. ഇത് കേട്ടുകൊണ്ട് വണ്ടിയുടെ പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് അലീനയും രേവതിക്കുട്ടിയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. അവർ കൊല്ലത്തെത്തിയപ്പോഴേക്ക് ഏകദേശം 4 മണി കഴിഞ്ഞു. ഇനി കിളികൊല്ലൂരിലേക്ക് 2 മൈൽ കൂടിയുള്ളൂ. അലീനയും രേവതിക്കുട്ടിയും വളരെ ജിജ്ഞാസാഭരിതരാണ്. കാരണം ചിന്നുമോളുടെ അരികിലേക്കാണ് പോകുന്നത്. അവൾ എങ്ങനെയുണ്ട് എന്ന് കാണുവാനുള്ള ഒരു വലിയ ആകാംക്ഷ. അവൾ ക്ഷീണിച്ചിട്ടുണ്ടാവുമോ, വിളർച്ച ബാധിച്ചിട്ടുണ്ടാവുമോ, ഒരു പ്രസരിപ്പുമില്ലാതെ ആയിരിക്കുമോ കഴിയുക? ഈ ചിന്തയൊക്കെ രണ്ടാൾക്കാരും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പോകുന്ന വഴി ടൗണിൽ നിന്നും ഗിഫ്റ്റ് പാക്കറ്റുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. ത്യാഗഭവനത്തിൻ്റെ മുറ്റത്ത് കാർ നിന്നതും ഇരുവശത്തെയും ഡോറുകൾ തുറന്ന് അലീനയും രേവതിക്കുട്ടിയും ആദ്യം പുറത്തിറങ്ങി. കെട്ടിടത്തിൻ്റെ നീളൻ വരാന്തകളിലോ മുറ്റത്തോ ഒരു കുട്ടിയെയും കാണാനില്ല. 4 പേരും കൂടി ഓർഫനേജിൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. അലീനയും രേവതിക്കുട്ടിയെയും നോക്കി സിസ്റ്റർ ആഗ്നസ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ചിന്നുമോളെ കാണാൻ വന്നതാണ് അല്ലേ? അതെ. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ സിസ്റ്ററിന് ഓർമ്മയില്ലായിരിക്കും. കൊള്ളാം, നിങ്ങളെ എങ്ങനെ മറക്കാൻ പറ്റുമോ? അന്നിവിടെ വന്നപ്പോൾ നിങ്ങൾ തന്ന സംഭാവന കൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പുത്തൻ ഉടുപ്പുകൾ വാങ്ങി. മാത്രവുമല്ല, അവരെ പുതപ്പിക്കുവാൻ വേണ്ടിയുള്ള ലിനൻ കൊണ്ടുള്ള പുതപ്പും വാങ്ങുവാൻ കഴിഞ്ഞു. ആ സിസ്റ്ററെ, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾക്ക് തരണ്ട കേട്ടോ. ഇവളന്ന് സംഭാവന തരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് മാമച്ചനൊന്ന് പാളി നോക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആഗ്നസ് സിസ്റ്റർ പറയുകയാണ്, അതെ, അങ്ങനെയാണെങ്കിൽ പോലും ഇത് തരാനൊരു മനസ്സുണ്ടാവണമല്ലോ. അലീന ആകാംക്ഷയോടുകൂടി അപ്പോൾ ചോദിക്കുന്നുണ്ട് സിസ്റ്ററോട്, സിസ്റ്ററെ, ചിന്നുമോള് സുഖമായിട്ടിരിക്കുന്നു? സുഖം തന്നെയാണ്. ഇടയ്ക്ക് അവൾക്കൊരു പനി വന്നിരുന്നു, അത് കാരണം അല്പം ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങളെ അവൾ മറന്നു കാണുമല്ലേ? ഏയ് ഇല്ലില്ല, കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ഞങ്ങൾ അവളോട് നിങ്ങളെപ്പറ്റി കൂടെ പറയാറുണ്ട്. ആൻറ്റിമാർ ഇനിയും വരും, അവർ മോൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരും, അന്നേരം മോള് മിടുക്കിയായിട്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ആ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചു. അവൾക്കൊരു പ്രതീക്ഷയായി. ലീന ആൻറ്റിയും രേവ ആൻറ്റിയും എന്നാ വരുന്നതെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും.
നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും വരണം കേട്ടോ, ഇല്ലെങ്കിൽ അവളുടെ പ്രതീക്ഷ മങ്ങിപ്പോവും. ചിന്നുമോളെ കാണുവാനുള്ള ആകാംക്ഷയോടുകൂടി രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എവിടെ സിസ്റ്റർ അവൾ? ആ, ഇങ്ങോട്ട് വിളിക്കണോ അതോ അങ്ങോട്ട് ചെന്ന് കാണുകയാണോ? അങ്ങോട്ട് ചെല്ലാം. അലീനയ്ക്ക് തിടുക്കമായി. സിസ്റ്റർ ആഗ്നസ് അവരെ ത്യാഗഭവനത്തിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് ആനയിച്ചു. ഓർഫനേജിന് സമീപമുള്ള കിൻഡർ ഗാർട്ടനിലായിരുന്നു ചിന്നുമോൾ ഉണ്ടായിരുന്നത്. സമചതുരത്തിലുള്ള പൊക്കം കുറഞ്ഞ അരഭിത്തികൾക്കുള്ളിലുള്ള 2 ക്ലാസ് മുറികൾ, LKGയും UKGയും. ക്ലാസ് മുറികളിൽ ബെഞ്ചുകളിലിരിക്കുന്ന കുട്ടികൾ. ഒരു കന്യാസ്ത്രീ ബ്ലാക്ക് ബോർഡിന് മുൻപിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. രേവതിക്കുട്ടിയും അലീനയും സിസ്റ്റർക്കൊപ്പം മുൻപേ നടക്കുകയാണ്. ദൂരവേ വെച്ച് അവർ കാണുന്നുണ്ട് ബെഞ്ചിലിരുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. അതെ, അത് ചിന്നുമോൾ തന്നെയായിരുന്നു. അലീനയും രേവതിക്കുട്ടിയും വരുന്നത് അവൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ആശ്ചര്യത്തോടെ അവരെ നോക്കി നിന്ന് അവൾ ചിരിക്കുകയാണ്. 2 കൈയും ഉയർത്തിപ്പിടിച്ച് അവൾ നിന്ന നിൽപ്പിൽ ചെറുതായിട്ടൊന്ന് ചാടി. ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കന്യാസ്ത്രീ അവളോട് ഇരിക്കുവാൻ പറയാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇടവരാന്തയിലൂടെ പെൺകുട്ടികൾ 2 പേർ നടന്നു വരുന്നത് കാണുന്നത്. തുടർന്ന് സിസ്റ്റർ ചിന്നുമോളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആഹാ, വന്നല്ലോടി നിന്റെ ആൻറ്റിമാര്. ഇനിയിപ്പോൾ നീ അവിടെ ഒന്ന് തുള്ളിച്ചാടണ്ട, അങ്ങോട്ട് ചെല്ല്. ഇത് കേൾക്കേണ്ട താമസം ചിന്നുമോൾ ബെഞ്ചുകൾക്കിടയിലൂടെ ഓടി അലീനയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അലീന അവളെ വാരിയെടുത്ത് മുഖത്ത് തുരുതുര ഉമ്മ വെച്ചു. എൻ്റെ ചക്കരക്കുട്ടി, നീ ഞങ്ങളെ മറന്നില്ലല്ലോടി മോളെ. അടുത്ത ഊഴം രേവതിക്കുട്ടിയുടേതായിരുന്നു. എൻ്റെ ചിന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും ചിന്നുമോളെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് തെരുതെരെ പൊതിയുവാൻ തുടങ്ങി. ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപികയും കുട്ടികളുമെല്ലാം ആ സ്നേഹപ്രകടനങ്ങൾ കണ്ട് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അലീനയുടെയും രേവതിക്കുട്ടിയുടെയും കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് സിസ്റ്റർ ആഗ്നസ് ചിരിയോടുകൂടി ചോദിക്കുന്നുണ്ട്, ആഹാ, അതിനിടയ്ക്ക് കരച്ചിലും കഴിഞ്ഞോ? 2 പേരും ഷാള് കൊണ്ട് കണ്ണുകൾ ഒപ്പി. തുടർന്ന് രേവതിക്കുട്ടി തൻ്റെ കയ്യിലിരുന്ന ചോക്ലേറ്റ് പാക്കറ്റ് ചിന്നുമോളെ ഏൽപ്പിച്ചു. ദേ, മോളിത് ആദ്യം ടീച്ചർക്ക് കൊടുക്കണം, അത് കഴിഞ്ഞ് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും. ചിന്നുമോൾ അതിനനുസരിച്ച് തന്നെ ക്ലാസ് മുറികളിൽ ചോക്ലേറ്റ് വിതരണം ചെയ്തു. അതിനുശേഷം അവൾ രേവതിക്കുട്ടിയുടെയും അലീനയുടെയും കൂടെ ഓഫീസ് റൂമിലേക്ക് വന്നു. ഗ്രേസമ്മ വാങ്ങിയ ഒരു ജോഡി ഫ്രോക്ക് അവൾക്ക് സമ്മാനിച്ചു. അലീന ആവട്ടെ കാറിൽ നിന്ന് ബിസ്ക്കറ്റ് പാക്കറ്റുകളും കേക്കുകളും അടങ്ങിയ വലിയ കാഡ്ബോർഡ് കേസ് എടുത്തുകൊണ്ടുവന്ന് സിസ്റ്റർ ആഗ്നസിനെ ഏൽപ്പിച്ചു. മാമച്ചൻ ഡിക്കിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന 3 ബേബി സൈക്കിളുകൾ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു. 6 മണിവരെ അവർ ചിന്നുമോളോടൊപ്പം ത്യാഗഭവനിൽ ചെലവഴിച്ചു. അവർക്ക് മടങ്ങിപ്പോകേണ്ട സമയമായി. ഞങ്ങൾ പോകുന്നത് ചിന്നുമോൾ കാണണ്ടാട്ടോ, അവളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോളാമോ ടീച്ചർ? അലീന സിസ്റ്റർ അൽഫോൻസിയോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഏയ്, അവൾക്കത് പ്രശ്നമല്ല, നിങ്ങളെ യാത്ര അയക്കുന്നതായിരിക്കും അവൾക്ക് സന്തോഷം. അപ്പോൾ അലീന, അത് പിന്നെ സിസ്റ്ററെ, അവൾ നോക്കി നിൽക്കുമ്പോൾ ഇവിടം വിട്ടു പോകുവാൻ ഞങ്ങൾക്ക് വിഷമമാണ്. ഓ, അപ്പോൾ അതാണ് കാര്യമല്ലേ? അത് കുഴപ്പമില്ല, ഞങ്ങൾ അവളെ മാറ്റി നിർത്തിക്കോളാം. ചിന്നുമോളെ അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് രേവതിക്കുട്ടിയും അവളെ ആശ്ലേഷിച്ച് ഉമ്മകൾ നൽകി. ഇനിയും കാണാം എന്ന് വരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് മടക്കി വിടുകയാണ്. മോള് നല്ല മിടുക്കിയായി പഠിക്കണം കേട്ടോ. ആ, ഞാൻ മിടുക്കിയാണല്ലോ, സിസ്റ്റർ പറഞ്ഞില്ലേ? ചിന്നുമോൾ തനിക്ക് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം അവരെ ആ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, അവൾ മിടുക്കി തന്നെയാണ്, ഞങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളും പാട്ടുകളും എല്ലാം അവൾക്ക് കാണാപ്പാടമാണ്. അപ്പോൾ അലീന, അതെ അതെ, അവള് ആ പാട്ടുകളൊക്കെ ഞങ്ങളെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് പാടി കേൾപ്പിച്ചു. പല പാഠങ്ങളും നന്നായി മനപ്പാടമാക്കിയിട്ടുണ്ട്, അതും പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ സിസ്റ്റർ അൽഫോൻസ, അതെ, മോൾക്ക് കുളിക്കേണ്ട സമയമായി, എങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചിന്നുമോളെ ഓർഫനേജിലേക്ക് മടക്കി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവൾ പോകുന്നത് അലീനയും രേവതിക്കുട്ടിയും വിഷാദത്തോടെ നോക്കി നിന്നു. നീളൻ വരാന്തയുടെ അങ്ങേ അറ്റത്ത് നടന്നു ചെന്ന് മറയുന്നതുവരെയോളം ചിന്നുമോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കുകയും ടാറ്റ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും അലീനയും മടങ്ങിപ്പോന്നു. തുടർന്ന് കാണുന്നത് എല്ലാവരും വീട്ടിലെത്തിയതിനു ശേഷമുള്ള കാഴ്ചകളാണ്. കുളിച്ച് വേഷം മാറി അലീന ഹാളിലേക്ക് വന്നു. ഗ്രേസമ്മയും മാമച്ചനും സോഫയിലിരിപ്പുണ്ട്. രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ നെറുകയിൽ രാസ്നാദിപ്പൊടിയിട്ട് അമർത്തി തിരുമുകയാണ്. കുളി കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒരു ജലദോഷ ലക്ഷണം. ഗ്രേസമ്മ പറയുകയാണ്, ആ, ഇത്രയും നേരം AC ഒക്കെ ഇട്ട് കാറിലിരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് രേവതിക്കുട്ടി, ഏയ്, അതുകൊണ്ടൊന്നുമല്ല, കുളിച്ചാൽ മുടി നല്ലതുപോലെ തോർത്താൻ അറിയില്ല. വയസ്സ് 50 കഴിഞ്ഞു, ഇനി എന്നാ ഇതൊക്കെ പഠിക്കുന്നത്? എപ്പോഴും ഒരാൾ കൂടെ നിൽക്കണം. പെട്ടെന്ന് മാമച്ചൻ്റെ കമൻറ്റ് വരികയാണ്, ആ, നിന്നെ അതിനുവേണ്ടിയല്ലേ ഇവിടെ ശമ്പളവും ചെലവും തന്നു നിർത്തിയിരിക്കുന്നത്? എന്തോ ശരിക്ക് കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഈ പറയുന്നയാൾക്ക് കഷണ്ടി ബാധിച്ചത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ തലയും കൂടെ തോർത്തേണ്ടി വന്നേനെ. പെട്ടെന്ന് ഗ്രേസമ്മ ഇടപെട്ട് പറയുകയാണ്, ആ, ഇനിയിപ്പോൾ 1ഉം 2ഉം പറഞ്ഞ് നിങ്ങൾ 2 പേരും കൂടി കടിപിടി കൂടണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോളെ അലീനെ, മണി 11 പോയി കിടന്നേ. അത് കേട്ടുകൊണ്ട് അലീനയും രേവതിക്കുട്ടിയും വീടിൻ്റെ വാതിലുകളും ജനലകളും എല്ലാം അടച്ചിട്ട് മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് 2 പേരും കൂടി ഉറങ്ങുവാൻ വേണ്ടി മുറിയിലേക്ക് കയറി കഥകടച്ചു. തുടർന്ന് പെട്ടെന്ന് അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നിന്റെ ഫോൺ എവിടെ? വേഗം എടുത്തേ.
ഏ അതെന്തിനാണ് ഈ പാതിരാത്രിയിൽ ഫോണ്? ആരെ വിളിക്കാനാണ് ഇപ്പോൾ? അതെ, അവിടുന്ന് ഇറങ്ങിയിട്ട് അച്ഛനെ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ കാര്യം എന്താ എന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല. രേവതിക്കുട്ടി തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അലീനയോട് നമ്പർ ചോദിച്ചിട്ട് അത് ഡയൽ ചെയ്യുവാൻ തുടങ്ങി. അങ്ങേ തലക്കൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. രേവതിക്കുട്ടി കാതോർക്കുകയാണ്. മറുവശത്തുനിന്നും ഹലോ എന്ന ശബ്ദമുണ്ടായി. ഹലോ, മിസ്റ്റർ അച്ഛനുണ്ടോ? രേവതിക്കുട്ടി കുസൃതിയോടുകൂടി ചോദിക്കുകയാണ്. ഉണ്ടല്ലോ, മിസ്റ്റർ അച്ഛൻ തന്നെയാണ്. ബാലചന്ദ്രമേനോൻ്റെ ഈ വാക്കുകൾക്കിടയിൽ ചിരി പൊടിയുന്നുണ്ട്. അതെ, ഇവിടെ ഒരു മോൾ ഇരുന്നു കൊണ്ട് അച്ഛൻ്റെ വിവരമൊന്നും അറിയാഞ്ഞിട്ട് വീർപ്പ് മുട്ടുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത അച്ഛനെ ഒറ്റയ്ക്ക് അവിടെ വിട്ടിട്ട് പോന്നതല്ലേ. അച്ഛൻ ആരും കാണാതെ റോഡിലോട്ടെങ്ങാനും ഇറങ്ങിപ്പോയോ? വല്ലയിടത്തും ഉരുണ്ടു വീണ് കാലോ കയ്യോ വല്ലതും പൊട്ടിയോ? വിശന്നപ്പോൾ പാലെടുത്ത് കുടിച്ചോ? ഒന്നും അറിയില്ലല്ലോ പാവം മോൾക്ക്. എന്തൊരു ഉത്കണ്ഠയാ. ഞാൻ കൊടുക്കട്ടെ? അപ്പുറത്ത് ബാലചന്ദ്രമേനോൻ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ആ, കൊടുക്ക് കൊടുക്ക്. അപ്പോൾ രേവതിക്കുട്ടി, ഫോണല്ല കൊടുക്കേണ്ടത്, ഇതൊക്കെ കാണുമ്പോൾ കൈ നിവർത്തി ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ആ ഫോൺ പിടിച്ചിരുന്ന കൈ അലീനയ്ക്ക് നേരെ ഒന്ന് ഓങ്ങുന്നുണ്ട്. അലീന രേവതിക്കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ജാള്യതയോടുകൂടി ആ ഫോൺ വാങ്ങി. ഹലോ, ഇത് ഞാനാണച്ചാ. ആ മോളെ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ കുറച്ച് മുമ്പാണ് ഇവിടെ എത്തിയത്. ചിന്നുമോളെ കാണുവാൻ വേണ്ടി ഇതിനിടയിൽ കൊല്ലത്തേക്ക് പോയിരുന്നു. ആ മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, ഫുഡ് കഴിച്ചോ? ആ, വന്ന വഴിക്ക് ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു, അവിടുന്ന് ഫുഡ് കഴിച്ചു. അച്ഛൻ കഴിച്ചോ? ആ, ഞാനും കഴിച്ചു. എവിടുന്നാ കഴിച്ചേ? ഹോട്ടലിൽ നിന്നാണോ? അതെ, ഞാനും ഇന്ന് ഹോട്ടലിൽ നിന്നായിരുന്നു കഴിച്ചത്. കിട്ടിയ തക്കത്തിന് പൊറോട്ടയും മട്ടനും ഒക്കെ വാങ്ങി തിന്നു കാണൂല്ലേ? ഇല്ല മോളെ, ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു. ബ്രാൻഡി കുടിച്ചോ? ഇല്ലല്ലോ. ഞാൻ നിനക്കൊരു വാക്ക് തന്നതല്ലേ മോളെ, കുടിക്കില്ലെന്ന്. അത് തെറ്റിക്കാൻ ഈ അച്ഛന് പറ്റില്ലല്ലോ. ആ, മരുന്ന് കഴിച്ചോ അച്ഛൻ? ഇല്ല, കഴിച്ചില്ല. എന്നാൽ ഉടനെ എഴുന്നേറ്റ് കഴിക്കേ. ആ ശരി, ഇപ്പം തന്നെ കഴിച്ചേക്കാം. തുടർന്ന് അലീന ഓരോ ടാബ്ലറ്റിൻ്റെയും ക്യാപ്സ്യൂളിൻ്റെയും പേരും എണ്ണവും ഒക്കെ പറയുന്നത് രേവതിക്കുട്ടി അങ്ങനെ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അലീന രോഹിത്തിനെ പറ്റിയും ബബിതയെ പറ്റിയും കൃഷ്ണജയെ പറ്റിയും ഒക്കെ ബാലചന്ദ്രമേനോനോട് ചോദിക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ. അല്പനേരം സംസാരിച്ചതിന് ശേഷം, എങ്കിൽ ഞാൻ ഇനി ഫോൺ വെച്ചോട്ടേച്ചാ, നാളെ രാവിലെ വിളിക്കാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്യുകയാണ്. രേവതിക്കുട്ടി തുടർന്ന് കൈ ചുവരിലേക്ക് എത്തിച്ച് ട്യൂബ് ലൈറ്റ് അണച്ചു. മുറിയിൽ ഇപ്പോൾ ഫാൻസി ബൾബിൻ്റെ വെളിച്ചം മാത്രമാണ് അവശേഷിക്കുന്നത്. അലീന രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ വിശേഷങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. ഹാ, ഞാനിപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നതെന്ന് ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ? കോളേജിൽ പോയിട്ടാണോ? അല്ല, പ്രൈവറ്റായിട്ടാണ്. അങ്കിള് എനിക്ക് ട്യൂഷൻ എടുക്കാൻ ഒരു ടീച്ചറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ വരും. ഉച്ചയ്ക്ക് മുൻപ് 2 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂറുമുണ്ട്. ട്യൂഷൻ സെൻറ്ററിൽ പോയി പഠിക്കാമെന്ന് വെച്ചാൽ കുറേ ദൂരം പോകണം. അതിന് നല്ല സമയമെടുക്കും. ഇവിടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കാര്യങ്ങൾ നോക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല. ആഴ്ചയിൽ 2 ദിവസം കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് വേറെ. അപ്പോൾ നിന്നെ അവർ അവരുടെ കുട്ടിയെപ്പോലെ തന്നെ കരുതിയാണ് നോക്കുന്നതല്ലേ? ആ, ഞാൻ അവരോടും അങ്ങനെ തന്നെയാണ്. എന്നാലും നീ കുറേ കൂടി എളിമ കാണിക്കണം കേട്ടോ. നല്ല ബുദ്ധി മാത്രം എപ്പോഴും തോന്നിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചോളണം. ഹാ, നമുക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവില്ല എന്നല്ലേ ചേച്ചി പറയാറുള്ളത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ ഫലം ഉണ്ടാകാറുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ അങ്കിളിനും ആൻറ്റിക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ്. എന്നും ഞാൻ പ്രാർത്ഥിക്കും. അത് ശരി, നീ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതെ, അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കയ്യിലിരിപ്പ് നന്നാവണമെന്ന്. എങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ. ഇത് കേട്ടുകൊണ്ട് ഒരു പൊട്ടിച്ചിരിയോടുകൂടി അലീന രേവതിക്കുട്ടിയുടെ കാതിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് തിരുമുന്നുണ്ട്. എടി പെണ്ണെ, ഒരു ദിവസം അവർക്ക് നിന്നെ വേണ്ടെന്ന് തോന്നിയാൽ പിന്നെ നീ വെറും അനാഥയാണ്, ആരുമില്ലാത്തവർ. അത് നിനക്ക് ഓർമ്മ വേണം. അവർ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ നിന്റെ സ്ഥാനം തെരുവിലാണ്. അത് കേൾക്കുമ്പോഴേക്കും രേവതിക്കുട്ടി ഒരു ദീർഘശ്വാസം എടുക്കുന്നുണ്ട്. എനിക്കറിയാം ചേച്ചി, എന്നെ തൊഴിച്ചെറിഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല, തല്ലിക്കൊന്നാലും പോവില്ല. ഒരു പട്ടിയെ പോലെ ഞാൻ അവരുടെ കാൽച്ചുവട്ടിൽ ചുരുണ്ട് കിടക്കും, ചാകുന്നതുവരെ. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചേച്ചി. പിന്നെ അങ്കിളിനും ആൻറ്റിക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചാടി ഒച്ച വെച്ച് നടക്കുന്നത്. ഇത്തിരി മിണ്ടാട്ടം കുറഞ്ഞു പോയാൽ അവർക്ക് പേടിയാ. എൻ്റെ മനസ്സിന് വല്ല വിഷമവും തട്ടിയിട്ടാണോ, അവർ വഴക്കു പറഞ്ഞിട്ടാണോ എന്നൊക്കെ. അത്രയും കേൾക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയുടെ നെറ്റിയിലേക്ക് അലീന ചുണ്ടുകൾ ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട്, നിന്റെ ഭാഗ്യമാണിതൊക്കെ. ഒരിക്കലും ഇത് നീ കൈവിട്ട് കളയരുത്. രേവതിക്കുട്ടി അല്പസമയം മൗനമായി കിടന്നു. തുടർന്ന് രേവതിക്കുട്ടി അലീനയോട് പറയുകയാണ്, ചേച്ചിയോട് എനിക്കൊരു കടങ്കഥ പറയാനുണ്ട്. ഇതുവരെ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അതൊരു കുരുക്കാണ്. അതഴിക്കാൻ എനിക്ക് ചേച്ചിയുടെ സഹായം വേണ്ടി വരും. കുരുക്കോ? എന്ത് കുരുക്ക്? അതൊക്കെ ഉണ്ട്, നാളെ പറയാം. തൽക്കാലം നമുക്കിപ്പോൾ ഉറങ്ങാം. അല്ല, നീ ഇത്രയും പറഞ്ഞിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കടങ്കഥയല്ലേ, അത് പറയ്, അത് കേട്ടിട്ട് ഉറങ്ങാം. ഇല്ല, അത് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കുരുക്കാണത്.
അതഴിക്കുവാൻ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അലീനയെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. എന്താണ് രേവതിക്കുട്ടിക്ക് അലീനയോട് പറയുവാനുള്ള കടങ്കഥ? ആ കുരുക്ക് അലീനയെ കൊണ്ട് അഴിക്കുവാൻ കഴിയുന്നതാണോ? അതെന്താണെന്നറിയുവാൻ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാനും ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.